Good afternoon. Good afternoon. Good afternoon, Miss. Prayer start ചെയ്തോളൂ. Prayer start ചെയ്തോളൂ. prayer പാടുവാരെങ്കിലും ഞാനങ്ങനെ പേര് വിളിക്കേണ്ടി വരുമോ? നിങ്ങൾ ഇത്ര നാളായിട്ട് നിൽക്കും മടിയാണോ പാടാനായിട്ട്? ആരെങ്കിലും പാടി? ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയേണമേ. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും നിൻ കലാവൈഭവം. ഇരുളുമ്പോൾ പോലും തേജഗോളങ്ങൾ നിൻ വീരൽ തുമ്പിൽ തിരിയുന്നു. ബുദ്ധിയും സർവശക്തിയും മഞ്ഞിൽ മർത്യനേകിയ ദൈവമേ, വിജ്ഞാനത്തിൻ പ്രതീകമേ, നല്ല ബുദ്ധി ഞങ്ങൾക്കരുളണേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയേണമേ. താങ്ക് യു. ഓക്കെ, സൈലന്റ്. Good afternoon, everyone, and welcome to today's live class. It is wonderful to see you all joining. We are excited to dive into today's lesson with Milrose ma'am. Please feel free to ask a question anytime, and let's make this productive and engaging learning section together. Let's get started. Thank you. Okay, coach. ഫുട്ബോൾ പ്ലെയർ പെലെയുടെ ഒരു തോട്ടാണ് ഞാനിന്ന് പറയുന്നത്. വിജയം എന്നത് യാദൃശ്ചികമല്ല, അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുമുള്ള സ്നേഹമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ യൂണിറ്റ് 4 പാർട്ട് 4 യൂണിറ്റ് 7 എടുത്തിട്ടുണ്ടായിരുന്നില്ല? എടുത്തിട്ടില്ലല്ലോ നിങ്ങൾക്ക്? എടുത്തിട്ടുണ്ടായിരുന്നോ? ഓർക്കുന്നുണ്ടോ? എടുത്തിട്ടില്ല എന്നാണ് വിശ്വാസം. എടുത്തിരുന്നോ? എടുത്തിട്ടില്ല എല്ലാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് പറഞ്ഞിട്ടില്ലായിരുന്നല്ലേ? യൂണിറ്റ് 7 പിന്നെ വേറെ ഏതൊരു ചാപ്റ്ററാണ് എടുക്കാനുള്ളത്. ബാക്കിയെല്ലാം ചെക്ക് ചെയ്യാട്ടോ. ടീച്ചർമാര് പല ബാച്ചിൽ കയറുന്നത് കൊണ്ട് അവര് ചിലപ്പോ വിട്ടു പോവാം. ഓക്കെ, ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ടില്ലേ? ചെക്ക് ചെയ്തിരുന്നില്ലേ? എടുക്കാത്തതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ?
2 യൂണിറ്റ് ആണ് എടുക്കാഞ്ഞത്. യൂണിറ്റ് 7 വേറെ ഏതൊരു ചാപ്റ്റർ അല്ലെ? യൂണിറ്റ് 5 മിസ്. ഡെവലപ്മെന്റ് എന്താണ് പ്രൊഫൈൽ. ഡെവലപ്മെന്റ് പ്രൊഫൈൽ വേറെ എല്ലാം കംപ്ലീറ്റ് ആക്കിയതല്ലേ? ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ ക്ലാസ് ഇപ്പോ ഈ മാസം വരെ ഉണ്ടാവുള്ളൂ, മാസത്തോടെ കംപ്ലീറ്റ് ആക്കും. അതുകൊണ്ടാണ് അത് ചെക്ക് ചെയ്തിട്ട് പറയാൻ. വേറെ ഒന്നുമില്ല. ഡെവലപ്മെന്റ് പ്രൊഫൈൽ, പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ് ഇതായിരിക്കും എടുക്കാനുള്ളത് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് 7th കൂടി സ്റ്റാർട്ട് ചെയ്യാം. Programs for developing values of various kinds. Dr. M.G. Ramji, in his book Value-Oriented Schools Education, has suggested in a number of measures of inclusions of values. A number of the schools programs should be organized regularly so that they may be effective for the betterment of values among the people. Desirable attitude and skills are to be developed through character, curricular and co-curricular activities. Some of the important programs that could be undertaken in the schools for the purpose are listed below. എന്താണ് ഈ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ വായിച്ചു കേട്ടത്? ഡോക്ടർ M.G. രാംജി തന്റെ മൂല്യബോധമുള്ള സ്കൂൾ വിദ്യാഭ്യാസം എന്ന പുസ്തകത്തില് മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള നിരവധി പരിപാടികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബുക്കിൽ. വിദ്യാർത്ഥികളില് മൂല്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഫലപ്രദമാക്കുന്നതിനായിട്ട് നിരവധി സ്കൂൾ പരിപാടികൾ പതിവായി സംഘടിപ്പിക്കണം. ശരിയായി പാഠ്യപദ്ധതിയിലൂടെയും സഹപാഠ്യ പ്രവർത്തനങ്ങളിലൂടെയും അഭികാമ്യമായിട്ടുള്ള മനോഭാവവും കഴിവുകളും വികസിപ്പിച്ചെടുക്കണം. ഈ ലക്ഷ്യത്തോടെ സ്കൂളിൽ ഏറ്റെടുക്കുന്ന പല പ്രധാന പരിപാടികളും ചുവടെ പട്ടികയായിട്ട് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റി പ്രയർ ആണ്. ഒന്ന് വായിച്ചു നോക്കിയേ, എന്തായിരിക്കാം കമ്മ്യൂണിറ്റി പ്രയർ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓരോ പോയിന്റ് നമുക്ക് വായിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, സിമ്പിൾ ആണ്, നമുക്ക് തന്നെ പറയാവുന്ന കാര്യങ്ങളാണ്. വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്താണ് കമ്മ്യൂണിറ്റി പ്രയർ എന്ന് പറഞ്ഞാല്? നമ്മള് കുട്ടികള് കുട്ടികളെന്ന് അവര് ഇതിൽ പറയുന്നില്ല. നമ്മള് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, അതായത് കമ്മ്യൂണിറ്റി പ്രയർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വളരെ ഉത്സാഹത്തോടു കൂടി ശക്തമായി നമ്മളുടെ പ്രയറിലൂടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് കുട്ടികൾ ഇത് കോറസ് ആയിട്ട്, അതായത് ഗ്രൂപ്പായിട്ട് എത്രത്തോളം ഗ്രൂപ്പായി ചെയ്യാൻ പറ്റും അത്രത്തോളം ഗ്രൂപ്പായി ചെയ്യുമ്പോൾ ഇത് കമ്മ്യൂണിറ്റിയിലേക്ക് അതിന്റെ ആ ഒരു പ്രയറിന്റെ ശക്തി ഇറങ്ങി ചെല്ലുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള, അതായത് റിലീജിയസ് ബുക്സിൽ നിന്നുള്ള പ്രാർത്ഥനകളും ഇതിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണെന്നും പറയുന്നുണ്ട്. അല്ലെ, നമ്മളിപ്പോ സ്കൂളിലൊക്കെ നമ്മള് പ്രയേഴ്സ് ഒക്കെ ചൊല്ലുമ്പോ എന്താണ്, ഇപ്പോ എന്താണ് ഹിന്ദു എന്ന മുസൽമാനൊന്നും ഇല്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ഒരു യൂണിറ്റി ആയിട്ടാണല്ലേ നമ്മൾ കാണുന്നത്. എല്ലാവരും ഇപ്പോ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താം. ക്രിസ്ത്യൻസ് ആണ്, ക്രിസ്ത്യൻ സ്കൂളാണെങ്കിൽ ക്രിസ്ത്യൻസിന്റെ പാട്ട് മാത്രമല്ല നമ്മൾ പാടാറ് അല്ലെ, പ്രയേഴ്സ് സോങ്സ് മാത്രമല്ല. എല്ലാവരും ഒരുമിച്ച് ചേർത്തുകൊണ്ട് എല്ലാവരും യൂണിറ്റി ആണ് എന്നുള്ള ഒരു രീതിയിലേക്ക് കുട്ടികളെ അങ്ങനെയുള്ള ഒരു മൂല്യബോധത്തോട് കൂടിയിട്ട് വളർത്തിയെടുക്കാനാണ് സ്കൂളുകൾ ശ്രമിക്കുന്നത്. ഓക്കെ, അതാണ് കമ്മ്യൂണിറ്റി പ്രയർ എന്ന് പറയുന്നത്. യൂണിറ്റി കാണിച്ചുകൊണ്ടാണ് സ്കൂളുകൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പ്രയേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മളിപ്പോ എല്ലാവരും ഇപ്പൊ സ്കൂളിലൊക്കെ പാട്ട് പാടാറുണ്ടോ നിങ്ങള്? പ്രയർ സോങ് ഒക്കെ ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അല്ല സ്കൂളില് നമ്മള് പ്രയർ സോങ്, അതുപോലെ തന്നെ പ്ലെഡ്ജ്,
ന്യൂസ് വായിക്കും, തോട്ട്സ് പറയും, നാഷണൽ ആന്തം, അങ്ങനെ ഒരു ഫോമിലാണല്ലോ നമ്മൾ പോവാറ്. ഓക്കെ, അപ്പോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓരോ ബാച്ചിനും ഇപ്പോ 5th, പിന്നെ 6th, 7th അങ്ങനെ ഓരോ ബാച്ചുകളായിട്ട് ഇങ്ങനെ പോവാറുണ്ട് അല്ലെ. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോ അതൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് ഇല്ലേ. ഓക്കെ, അസംബ്ലിക്ക് നിൽക്കുന്നത്, പാട്ട്, പ്രയർ സോങ് പാടുന്നത്, ഫ്ലെഡ്ജ് പറയുന്നത് അല്ലേ. തീർച്ചയായും മിസ്സേ. ഓക്കെ, ഇനി നോക്കിയേ, ഹെൽത്ത് ആൻഡ് ക്ലീൻലിനെസ് പ്രോഗ്രാംസ് വായിച്ചു നോക്കിയേ. പറ്റൂ. നവമി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? യെസ് മാം. അതായത് ഈ എൻവയോൺമെന്റൽ ഹൈജീന്, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റൽ ഹൈജീൻ, അത് ചിലപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ചില സമയത്തെങ്കിലും കുറച്ച് സ്ട്രെസ് ആവാറുണ്ട്. കാരണം നമ്മൾ ഇത് ചെയ്യണം, ഇന്നത് ചെയ്യണം. കാരണം കുറെ കാര്യങ്ങൾക്ക് ഇതിൽ തന്നെ പറയേണ്ടത് പീപ്പിൾസ് മേ ബി കൺവേഴ്സൺ വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്തി ആൻഡ് ഹൈജീനിക് ലിവിംഗ്. എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടും ഹൈജീനിക് ആയിട്ടും ജീവിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരുവിധമൊക്കെ സുപരിചിതമായ കാര്യങ്ങളാണ്. നമ്മൾ വീട്ടിൽ നിന്നായാലും ചെറുപ്പം മുതലേ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ വീണ്ടും സ്കൂൾസിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതൊരു സ്ട്രെസ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ a small health corner in the school may be formed where the students may be trained in the practices of personal cleanliness. അതായത് പേഴ്സണൽ ക്ലീൻലിനെസ്സിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഏരിയ തന്നെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതായത് അവർക്ക് എങ്ങനെ ക്ലീൻ ആയിട്ട് എങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ട്രെയിനിങ്സ് കൊടുക്കാൻ, എങ്ങനെയാണ് കൈ കഴുകേണ്ടത്, എങ്ങനെയാണ് ചെറിയ ചെറിയ പ്രാക്ടീസസ്, എങ്ങനെ കൈ പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യണം, എങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കണം, പിന്നെ ആഫ്റ്റർ ഫുഡ്, ബിഫോർ ഫുഡ് ഒക്കെ എങ്ങനെ ഹാൻഡ് വാഷും മൗത്ത് വാഷും ഫേസ് വാഷ് ഒക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കോർണർ തന്നെ ഉള്ളത് നല്ലതായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ കുട്ടികൾ തന്നെ അവരുടെ റൂംസും ഫർണിച്ചറും ബാത്റൂംസും ഒക്കെ സ്വയം എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതിന്റെ ഒരു ട്രെയിനിങ് കൊടുക്കാം. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് മേ ബി കെപ്റ്റ് ഇൻ എ കൺവീനിയന്റ് പ്ലേസ് വിത്ത് ഹെൽത്ത് ചാർട്ട് മേ ബി ഡിസ്പ്ലേഡ്. അവർക്ക് കാണാവുന്ന തരത്തില്, അവർക്ക് മനസ്സിലാക്കാവുന്ന തരത്തില് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്യാം. അതുപോലെ ഹെൽത്ത് ചാർട്ട് അതും കൂടെ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട്. The need for eating nutritious and clean food and for increasing healthy food habits may be well explained. അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നതിന്റെ ആവശ്യകതയും അതിന്റെ ഹാബിറ്റ്സും എന്താന്നുള്ളത് വളരെ വ്യക്തമായി കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും അവരെ ട്രെയിൻ ചെയ്യിക്കേണ്ടതും ആവശ്യമാണ്. ചില ക്ലാസ്സിലൊക്കെ ഇപ്പൊ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ചില കുട്ടികളോടൊക്കെ പറയുമല്ലേ ഇന്നത് ചെയ്തുകൊണ്ട് വരാൻ. ഞങ്ങൾക്ക് തന്നിരുന്നു ഇങ്ങനെ ചാർട്ടിലൊക്കെ വരച്ചുകൊണ്ട് വന്ന്. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ വരച്ചുകൊണ്ട് വന്നിട്ട് അത് ക്ലാസ്സിലൊക്കെ ഡിസ്പ്ലേ ചെയ്യായിരുന്നു. ഇതിന്റെ
കാര്യങ്ങൾ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ. അതുപോലെ തന്നെ ഇപ്പോ സ്കൂളുകളിലൊക്കെ എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യില്ലേ? അപ്പൊ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന എക്സിബിഷൻസ് ഒക്കെ ആണെങ്കിൽ ഫുഡിന്റെ കാര്യങ്ങള്, എന്തൊക്കെ ഫുഡുകളാണ് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ളത്, നമ്മൾക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും, അപ്പൊ അങ്ങനെയുള്ള ചാർട്ടുകളൊക്കെ അത് ചാർട്ട് ചെയ്തിടുമ്പോ കുട്ടികൾക്ക് അത് എളുപ്പത്തിൽ അത് വായിച്ച് മനസ്സിലാക്കാനായിട്ടും അവരെ ബോധ്യവാന്മാരാക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലീൻലിനെസിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു എക്സ്പീരിയൻസ് ഉള്ളതാണ്. ജസ്റ്റ് ഒരു എനിക്ക് ഓർമ്മ വന്നപ്പോ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടോ. ഈ ടെൻത്തില് പഠിക്കുമ്പോ ഞങ്ങൾക്കൊരു മിസ് ഉണ്ടായിരുന്നു, ഷീല എന്നാണ് പേര്. അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോങ്ങണ്ണാണ് അതിന്. അപ്പൊ ആരെയാണ് അത് ശരിക്കും നോക്കുന്നതൊന്നും നമുക്കറിയില്ല. നല്ല സ്ട്രിക്റ്റ് ആണ്, സോഷ്യൽ സയൻസ് ആണ് ആളെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ അടുത്തൊക്കെ വരുമ്പോ ഓരോ വരിയും വായിക്കും. ഓരോ വരി വായിച്ചിട്ട് ഇതെവിടെയാണെന്നുള്ള തൊട്ട് കാണിച്ചു തരാൻ പറയും. തൊട്ട് കാണിച്ച് കൊടുത്തില്ലെങ്കിൽ അപ്പടി കിട്ടും. അങ്ങനത്തെ ഒരു മിസ്സാണ്. എല്ലാവർക്കും പേടിയാണ്. അതിന്റെ ക്ലാസ്സിൽ നമ്മളിങ്ങനെ കൈ കെട്ടിയിരിക്കണം, സ്ട്രെയിറ്റ് ആയിട്ട് കൈ കെട്ടിയിരിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മിസ്സാണ്. അപ്പൊ ആ മിസ്സിന്റെ പീരീഡ് ആവുമ്പോ ഞങ്ങളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് റൂമിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഇങ്ങനെ മണ്ണിൽ നിന്ന് മണ്ണുണ്ടാവുമല്ലോ, മണ്ണ്, അത് കഴിഞ്ഞിട്ട് ഒരു വരാന്ത, അത് കഴിഞ്ഞിട്ട് ക്ലാസ് റൂം. അപ്പൊ മണ്ണിലേക്ക് ഇങ്ങനെ അസംബ്ലി കഴിഞ്ഞിട്ട് കുട്ടികൾ ഇങ്ങനെ ചവിട്ടി കയറി ആ വരാന്തൊക്കെ ഇങ്ങനെ മണ്ണായിട്ട് അലമ്പായിട്ട് ഇട്ടേക്കുന്ന സാഹചര്യത്തില് ടീച്ചർ ഇങ്ങനെ വിളിക്കും, ക്ലാസ്സിൽ നിന്ന് ഓരോരുത്തരെ വിളിക്കും. എന്നെ ഇങ്ങനെ ആംഗ്ലോ ഇന്ത്യൻ എന്ന് വിളിക്കാം. ഞാൻ കാരണം ആംഗ്ലോ ഇന്ത്യൻ ആയതുകൊണ്ട് എന്റെ പേരൊക്കെ വെറൈറ്റി ആണ് കേട്ടോ. വിൽബോസ് ഡി ആൽമേഡ എന്നാണ് പേര്. അപ്പൊ ആംഗ്ലോ ഇന്ത്യൻ ആണെന്നറിയാം. അപ്പൊ ആംഗ്ലോ ഇന്ത്യൻ വരൂ എന്ന് പറയും. വന്നിട്ട് ചൂലെടുക്കൂ, എന്നിട്ട് 2-3 കുട്ടികളെ വിളിക്കും. ചൂലെടുത്തിട്ട് ആ വരാന്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ഇടും. അപ്പോ എന്താണ് ഇങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞ് വൃത്തിയാക്കി ഇടുന്ന അപ്പൊ കുട്ടികളിൽ ഒരു ബോധ്യം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അല്ലെ? നമ്മൾ വൃത്തിയാക്കി ഇടണം, നല്ല രീതിയിൽ എപ്പോഴും നീറ്റ് ആയിട്ട് ഇടണം എന്നുള്ളൊരു ബോധ്യമാണ് ആ ടീച്ചർ തരുന്നത് അല്ലെ? ക്ലാസ് റൂം ആയാലും അതുപോലെ തന്നെ നമ്മുടെ വരാന്ത ആയാലും നമ്മളെ വീട് പോലെ തന്നെ നമുക്ക് ക്ലാസ് റൂം സൂക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് അത്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഗാർഡനിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ചെടികൾ നനപ്പിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് ടീച്ചർ ചെയ്യിക്കുമായിരുന്നു. പക്ഷെ സ്നേഹവുമാണ്. പക്ഷെ എന്നാലും നമുക്ക് പേടിയാണ്. ആരെയാണ് നോക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് വിളിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. ആൾക്ക് കോമൺ ആയതുകൊണ്ട്. അതുപോലെ തന്നെ സ്നേഹവുമാണ്, പക്ഷെ ക്ലാസ് സ്ട്രിക്റ്റും ആണ്. രജിസ്റ്റർഡ് എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇങ്ങനെ വല്ലതും? ഇല്ല. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, സോഷ്യലി യൂസ്ഫുൾ പ്രൊട്ടക്റ്റീവ് വർക്ക്, SUPW. കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താണ് SUPW? ായിരിക്കാം. SUPW എന്ന് പറഞ്ഞാല് ഒരു വർക്ക് തരാം കേട്ടോ, ഒരു ആക്ടിവിറ്റി തരാം. എന്താണ് SUPW എന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാ, അതിന്റെ ഒബ്ജക്റ്റീവ് എഴുതാ, അതിന്റെ പർപ്പസ് എഴുതാ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ചെയ്തുകൊണ്ട് വരേണ്ടതാണ്. ആരും മറക്കരുത്. അല്ലെങ്കിൽ ഞങ്ങൾ ഓർത്തില്ല, പോലീസിന്ന് വരുമെന്ന് അറിഞ്ഞില്ല എന്നുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണോ ഉണ്ടാകുന്നത്, നെക്സ്റ്റ് ക്ലാസ് ചിലപ്പോൾ ഞാൻ ടീച്ചേഴ്സ് ഇല്ലാത്തൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മാറി കയറാം. അപ്പൊ ഇന്ന് തുടങ്ങി ചെയ്തു തുടങ്ങാം ഈ വർക്ക്. ജസ്റ്റ് ഒരു ഒറ്റ ടീച്ചറിൽ എഴുതിയാൽ മതി, ഒരു A4 ഷീറ്റിൽ എഴുതി വെക്കാൻ. ആക്ടിവിറ്റി ആണ്. എന്താണ് SUPW, അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ പർപ്പസ്. ഓക്കെ. ഇല്ലാത്തവരോട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് നമ്മളിവിടെ വായിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ. SUPW എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുട്ടികളിലെ പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ അതാണ് SUPW ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിള് പറയുമ്പോ എന്റെ സ്കൂളിലൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ ഈ തുന്നൽ പഠിപ്പിക്കുക, സ്വിങ് പഠിപ്പിക്കുക. അപ്പോ അതുപോലത്തെ ചില കാര്യങ്ങള് നമുക്ക് എന്താ പറയാ, നമ്മളെ പ്രാക്ടിക്കൽ ലൈഫിലും നമുക്ക് പിന്നീടും നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അങ്ങനെ ചെയ്യിപ്പിക്കുക. എന്റെ മോന്റെ സ്കൂളിലാണെങ്കിൽ ഇപ്പൊ അവർക്ക് കുക്കിംഗ് ക്ലാസ് ഉണ്ട്, അവരെ പഠിപ്പിക്കുന്നുണ്ട്. കുക്കിംഗ് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ ഫയർലെസ് കുക്കിംഗ് ഒക്കെ അവർക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ എനിക്ക് അവരോട് ഞാൻ ഉണ്ടാക്കാം, ബർഗർ ഞാൻ ഉണ്ടാക്കാം, പിസ്സ ഞാൻ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ ഇങ്ങോട്ട് പറയും. സാലഡ്സ് ഒക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ അവർക്ക് ഓരോരോ അങ്ങനെ പഠിപ്പിക്കും. ഓരോരോ കൺട്രീസിലത്തെ സാലഡ്സ് അങ്ങനെയൊക്കെ.
കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവര് അത് പഠിച്ചിരിക്കാനും വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ കോഡിങ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഈ വർഷം മുതൽ കോഡിങ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സംഭവമാണ് ഈ SUPW. പിന്നെ അവരില് പിന്നെ ഒരു അധ്വാനത്തിന്റെ വില മനസ്സിലാക്കുക. നമ്മളിപ്പോ ഒരു പഠിക്കുന്ന എഡ്യൂക്കേഷൻ കിട്ടുന്നത് മാത്രമല്ല, അവര് എന്തിനു വേണ്ടിയിട്ട് പഠിക്കുന്നു എന്ന് അവർക്ക് വേണ്ടി ആ ഒരു ബോധം, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, ആ ഒരു അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ബാക്കിയുള്ളവർ അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു വില അവർക്ക്, ആ പൈസേന്റെ ആയാലും ആ ഒരു ഇഫേർട്ടിന്റെ ആയാലും വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും. പിന്നെ കൂടുതലായിട്ട് അവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഈ കുട്ടികൾ തമ്മിലുള്ള സഹകരണം, അതാണ് ഈ കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ആ ഒരു പരസ്പര സഹകരണവും കൂടിയിട്ട് അതിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പം അവരുടെ സ്കിൽസും ഡെവലപ്പ് ആകും, അവരൊരു നല്ല ഹ്യൂമൻ ബീയിങ്സും ആകും. നെക്സ്റ്റ് 4th പോയിന്റ് നോക്കി, സോഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. ഇതായിരിക്കാം, വായിച്ചു നോക്കാം. സോറി, സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. സോഷ്യൽ സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. സോഷ്യൽ സയൻസ് ഒക്കെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? അഡ്വാൻറ്റേജ് ഇതായിരിക്കാം. ഇതിനാണ് നമ്മൾ സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്നത്. നമ്മള് കുട്ടികൾ ഇന്ന് ഇവരെങ്ങനെ ജീവിക്കുന്നു എന്നല്ല, ഇന്നത്തെ ജീവിതം എങ്ങനെയാണ് ആ ജീവിതത്തിലേക്ക് എത്തിയത് എന്നുള്ളത് ചരിത്രത്തിലൂടെയും അതിൻ്റെതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ അവർക്ക് ആ ഒരു കാര്യം അറിയുള്ളൂ. കാരണം ഇന്നത്തെ മക്കള് ഇന്ന് എങ്ങനെയാ ജീവിക്കുന്നതെന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അവർക്ക് മുമ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു നാടിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അതിനെക്കുറിച്ചൊന്നും അവര് ഇപ്പോഴത്തെ ഹിസ്റ്ററി ഒന്നും എനിക്ക് തോന്നുന്നു ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് സോഷ്യലിൽ പഠിപ്പിക്കുന്നില്ല. പണ്ടൊക്കെ വൈഡായിട്ടുണ്ടായിരുന്ന ബുക്സ് ഒക്കെ ഇപ്പം വളരെ ചുരുക്കി മാത്രമാണ്. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ സയൻസ്. നമ്മുടെ ചരിത്രം എന്തായാലും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എത്ര കാലം ചരിത്രങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മാത്സ് സബ്ജക്ട് ഒക്കെ ഉണ്ടല്ലോ, മാത്സിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് വാല്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള സോഷ്യൽ സയൻസ്, ലാംഗ്വേജ് സയൻസ്, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്താണ് വാല്യൂസ് പഠിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സയൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ എന്താണ് എക്സ്പീരിമെന്റ്, കുറെ എക്സ്പീരിയൻസ് അല്ലെ, മെത്തേഡ്സുകള്, എക്സ്പീരിമെന്റിലൂടെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സബ്ജക്റ്റ് സ്കൂൾ സബ്ജക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കൾച്ചറൽ ആൻഡ് റിക്രിയേഷൻ ആക്ടിവിറ്റീസ് ഒന്ന് വായിച്ചു നോക്കിയേ, പോയിന്റ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ്? കുട്ടികൾക്ക് കലാകായികമായിട്ടുള്ള കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരിക. അത് ഏത് രീതിയിലാണെങ്കിലും കുട്ടികൾക്കുള്ള ഏതൊക്കെ രീതിയിലാണ്, അതായത് സ്കൂൾ ആനിവേഴ്സറി, സ്പോർട്സ് ഡേയ്സ്, അതുപോലെ കൾച്ചറൽ ഫെസ്റ്റിവൽസ്, ആർട്ട് എക്സിബിഷൻസ്, മ്യൂസിക്കൽ പ്രോഗ്രാം, അതുപോലെ ലിറ്ററസി ഡിസ്പ്ലേമെന്റ്, അങ്ങനെ അത് പല രീതിയിൽ നമ്മുടെ ഒരു റിലീജിയസ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്പോർട്സ് ഐറ്റമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടും അത് എത്രത്തോളം അവരുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്.
ഹോബീസ്, ഗെയിംസ്, സ്പോർട്സ്, ഡ്രാമാസ് പങ്കെടുത്തിട്ടുണ്ടോ? ഫോക്ക് ഡാൻസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ ആരെങ്കിലും ഒക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ? ഓ, അതൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുക്കാറുണ്ടല്ലേ? നല്ല കുട്ടികളെല്ലാവരും. അപ്പൊ ഞങ്ങൾ വല്ലാതെ ബാക്കിലേക്ക് പോകുന്നു സ്കൂളിലേക്ക്. ഈ ഒരു സെഷൻ തുടങ്ങിയപ്പോ മുതൽ ഞാൻ സ്കൂളിലാണ്, എന്റെ പഴയ സ്കൂൾ കാലഘട്ടത്തിൽ. ഓക്കെ. എല്ലാം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും അയ്യോ വീണ്ടും ഒന്ന് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഞാൻ എന്റെ സ്കൂളിലാണ്, ഞാൻ എന്റെ 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ആലോചിച്ചോല്ലേ, എന്ത് രസമായിരിക്കും അല്ലെ? ഇപ്പൊ മറ്റേ കലോത്സവം ഒക്കെ നടക്കുന്ന കാലഘട്ടത്തൊക്കെ അങ്ങനെ അലഞ്ഞിരുന്ന് നടക്കാം. അതുപോലെ തന്നെ കുറെ സ്റ്റേജുകളൊക്കെ ഉണ്ടാവും അല്ലെ? എന്താ പറയാ, സ്റ്റേജ് ഐറ്റംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെ അപ്പൊ അവിടേക്ക് പോകും, കുറച്ച് കഴിയുമ്പോ അവിടെ നിന്ന് മാറി വേറെ സ്റ്റേജിന്റെ അങ്ങനെയല്ലേ, എന്താ ഓട്ടംതുള്ളല്, അതുപോലെ തന്നെ ഭരതനാട്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അല്ലെ കാണാനായിട്ട് മറ്റു സ്കൂളുകളിലൊക്കെ പോകുന്നതും നല്ല രസമായിരിക്കും അല്ലെ ടൈമൊക്കെ. സത്യം, ആ സമയത്തിന്റെ വില ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇന്നത്തെ സ്കൂൾ പ്രോഗ്രാംസ് നമ്മുടെ കാലത്തുള്ള ആ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്തത് പോലെ ഒന്നും എനിക്ക് തോന്നുന്നു പ്രോഗ്രാംസ് എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മള് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇപ്പൊ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എൻജോയ്മെന്റ്, അതായത് ആ ഒരു ലൈഫ് എൻജോയ്മെന്റ് ചെയ്തത് ഇതൊന്നും നമ്മളാണ് കുറച്ചുകൂടെ നാച്ചുറലി അല്ലെങ്കിൽ എൻവയോൺമെന്റിലേക്ക് ഇറങ്ങി നമ്മളാണ് എൻജോയ് ചെയ്തത് തോന്നുന്നു. അതന്നെ, കടയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അതൊക്കെ കുടിച്ചിങ്ങനെ നടക്കാം. അതുപോലെ തന്നെ അല്ലേ, നമ്മൾ അങ്ങനെയൊക്കെയാണ് മിഠായി വാങ്ങിച്ചിരുന്ന കടയിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങള് കൂട്ടുകാരെ കൂടി ഇങ്ങനെ നടക്കാം. നല്ല രസമുള്ള ഒരു കാലഘട്ടമായിരുന്നു അല്ലെ ഇങ്ങനെയുള്ള. മാം, ഞാനിത് എന്റെ മോനോട് ഇങ്ങനെ സംസാരിക്കും. ഞാനിങ്ങനെ പറയും നമ്മൾ നടന്നിട്ടാണ് സ്കൂളിൽ പോയത്, അപ്പൊ വരുമ്പോ ഇങ്ങനെ വരും, അതുവഴി വരും. അപ്പൊ അവനിങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെയും നടന്നിട്ടാണോ സ്കൂളിൽ പോയത്, അപ്പൊ നമുക്ക് ബസ് ഉണ്ടായില്ല, അപ്പൊ ഇങ്ങനെയല്ലേ. ഇപ്പൊ അവന്റെ മനസ്സിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ് സംഭവം. അപ്പൊ നമ്മളിങ്ങനെ അവിടെ പോയി ഇവിടെ എടുത്തു, അങ്ങനെയാക്കി, ഇങ്ങനെ കളിച്ചു, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവർക്കത് ഭയങ്കര അത്ഭുതമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതാണോ ലോകം എന്ന് അവര് ചിന്തിച്ചു പോകുന്നു. ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിലെ വഞ്ചിയില് കടത്തിറങ്ങിയിട്ട് അപ്പുറത്ത് കടന്നിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടില് എന്താ നിറച്ചിങ്ങനെ ജാതിക്കത്തോട്ടമാണ്. അപ്പൊ സ്കൂള് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ജാതിക്ക പെറുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കാലഘട്ടമൊക്കെ നല്ല രസമാണ് കേട്ടോ. ജാതിക്ക പെറുക്കാം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വഴി കൂടി ഇങ്ങനെ കടിച്ച് തിന്നോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് വഞ്ചി കയറുമ്പോ പേടിയാണ്. മുതല വരുന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ പേടിപ്പിക്കും. ചില കുഞ്ഞുങ്ങളൊക്കെ വീണിട്ടുണ്ട് വഞ്ചി കയറുമ്പോ, ആ ബാഗോട് കൂടി കെട്ടിമറിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോ നമുക്കൊരു പേടിയാണ്. അങ്ങനത്തെ ഒരു നല്ലൊരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുള്ള കാലഘട്ടം. അതൊക്കെ ഓർക്കുമ്പോ ഇപ്പോഴും ആ കാലഘട്ടത്തിലോട്ട് പോകാനായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അത്രയ്ക്ക് ഫ്രീഡം ഇല്ല ഇപ്പൊ. അതായത് പ്രോഗ്രാമിലുള്ള കുട്ടികളെ മാത്രം അതായത് പ്രോഗ്രാംസിന് പറഞ്ഞു വിട്ടിട്ട് ബാക്കിയുള്ള കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ ഇരിക്കും. താല്പര്യമുള്ളവർക്ക് മാത്രം ഹാളിൽ പോയിരിക്കാം. പക്ഷെ അപ്പോഴും റെസ്ട്രിക്ഷൻസ് ആണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മളുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കലോത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്കിലും പോവാം, നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോവാം. ചെറിയ സ്റ്റാൾസ് ഉണ്ട്, ചെറിയ ഫുഡ് സ്റ്റാൾസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാം. അതൊരു ആഘോഷമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരിക്കലും ഒരു ആഘോഷമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ മോന്റെ സ്കൂളിലായാലും അവൻ എല്ലാ പ്രോഗ്രാംസിലും പങ്കെടുക്കും. സമ്മാനം കിട്ടില്ല, ഒരു പ്രാവശ്യം പോലും സമ്മാനം കിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ പങ്കെടുക്കാൻ. അവന് ഭയങ്കര ആൾക്ക് സമ്മാനം കിട്ടില്ല, ആൾക്ക് ഇങ്ങനെ പങ്കെടുത്തോണ്ടിരിക്കണം. അത് എന്താ ശരിക്കും പറഞ്ഞ ആൾക്ക് അങ്ങനെ ഒരു നിരാശ, ഈ കിട്ടണില്ലല്ലോ എന്നുള്ള ഒരു പ്രശ്നമൊന്നും ആൾക്കില്ല. ആൾക്ക് പക്ഷെ ഇങ്ങനെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ കുഞ്ഞത് വേണം, അതെനിക്ക് ബുദ്ധിമുട്ടല്ലേ, ഇതെല്ലാം എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ്. പക്ഷെ അവർക്ക് അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫ്രണ്ട്സിന്റെ ഒപ്പമുള്ള കുറെ മൊമെന്റ്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവർക്കില്ല. നമുക്കൊക്കെ ഓർത്തെടുക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഓർത്തെടുക്കാൻ ഒന്നുമില്ല. അവർക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി മോശം ചൈൽഡ്ഹുഡ് ആണ് ഇപ്പോഴത്തെ കുട്ടികളുടെ. അവർക്ക് ഒന്നുമില്ല എൻജോയ് ചെയ്യാൻ. നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്ക് കിട്ടുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്ന കുറെ മൊമെന്റ്സ് ഒന്നും അവർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. മോന്റെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവെൽ ഉണ്ട്, പക്ഷെ അത് മാമിന്റെ ക്ലാസ് ടീച്ചറുടെ കൂടെ ബാത്റൂം പോവാ, തിരിച്ചു വരിക,
അതല്ലാതെ നമ്മളൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഓടും, പിള്ളേരോടെ കളിക്കും, ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്ലാസ്സിൽ ഹാൻഡ് വാഷ് ചെയ്യുക, ബാത്റൂമിൽ കൊണ്ടൊക്കെ പോവുക, നേരെ കയറി വന്ന് ക്ലാസ്സിൽ ഇരിക്കുക. അതല്ലാതെ പുറത്തു പോയി കളിക്കാനുള്ള ഫ്രീഡം ഒന്നും ഇവിടെ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കണില്ല. അത് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നം തന്നെയാണ്. കാരണം കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നു, വീഴ്ച, ശ്രദ്ധക്കുറവ് എല്ലാം ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ അവർക്ക് ഓർത്തെടുക്കാൻ മെമ്മറീസ് ഒന്നും ഉണ്ടാവില്ല മാത്രം. ഈ സ്കൂളിൽ പക്ഷെ ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ നടത്തുന്ന പ്രോഗ്രാംസിനൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? നമ്മുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ അങ്ങനെയുണ്ടോ? സെയിം തന്നെയല്ല നടത്തുന്നത് എല്ലാ കാര്യങ്ങളും? പ്രോഗ്രാംസ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ നമുക്ക് അന്നുണ്ടായിരുന്ന ഒരു ഫ്രീഡം ഇന്നില്ല എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം, മാം ഇവിടുത്തെ ഞാൻ കാര്യം പറയാണ്. ഇവിടെ മോന്റെ സ്കൂളിൽ എന്ന് വെച്ചാൽ ആനുവൽ ഡേ വന്നാലും എന്ത് പരിപാടി വന്നാലും കുട്ടികൾ അവരെ എന്തെങ്കിലും അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ മോൻ അധികം ഡാൻസിനാണ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ അവര് ഡാൻസിനാണ്, അപ്പൊ അവര് ബാക്ക് സ്റ്റേജിലാണ് ഈ പെർഫോം ചെയ്യുന്ന എല്ലാ കുട്ടികളും എന്തെങ്കിലുമായിട്ട് ചെയ്യും. അപ്പോ അവരെല്ലാരും ബാക്ക് സ്റ്റേജിൽ, പാരന്റ്സും ടീച്ചേഴ്സും ഹാളില്, മീൻസ് അവരെ ഓഡിറ്റോറിയത്തില്. അപ്പൊ കുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്സിന്റെ പ്രോഗ്രാംസ് അങ്ങനെ ഒന്നും കാണാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. അവര് എപ്പോഴും ബാക്ക് സ്റ്റേജില്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, അതെന്താ അങ്ങനെ? അവരെ പെർഫോമൻസ് കഴിഞ്ഞാൽ പിന്നെ അവരെ ഫ്രീ ആക്കി അങ്ങ് വിട്ടൂടെ എന്ന് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ അവരതങ്ങനെ ചെയ്യുന്നില്ല. ഇത് പറഞ്ഞ പോലെ ഒരു സെക്യൂരിറ്റി റീസണും, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റായിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ അത് ആ ഒരു ഇഷ്യൂ വരുമോ എന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല. കുട്ടികൾക്ക് പക്ഷെ അത് കാണാൻ പോലും പറ്റുന്നില്ല. അവരെ ഫ്രണ്ട്സിന്റെ പെർഫോമൻസ് കാണാൻ പോലും അവരെ അനുവദിക്കുന്നില്ല. ഇപ്പോൾ അവർ ഫുൾ ടൈം ബാക്ക് സ്റ്റേജിൽ. പിന്നെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് നമുക്ക് അവരെ കിട്ടുന്നത്. അതുപോലും നമ്മൾക്ക് അവരെ കാണാൻ പറ്റില്ല. അവരെ ക്ലാസ്സിൽ പോയി നമ്മളെ എന്തെങ്കിലും പാസ്പോർട്ടോ അല്ലെങ്കിൽ ഇവിടെ എമിറേറ്റ്സ് ഐ ഡി ഉണ്ട്, അപ്പൊ എമിറേറ്റ്സ് ഐ ഡിയോ കൊണ്ട് കാണിച്ച് പാരന്റ്സ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം അവർ കുട്ടികളെ ഇങ്ങ് തിരിച്ചു തരും. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ജയിലിൽ പെട്ട ഒരു സിറ്റുവേഷൻ ആയിട്ട് ചില സമയത്ത് എനിക്ക് തോന്നും. സെക്യൂരിറ്റി വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, പക്ഷെ കുട്ടികൾക്ക് അതിൽ ആ പെർഫോമൻസ് കാണുന്ന ആ ടൈം പോലും നിഷേധിക്കുന്നത് ഭയങ്കര മോശമായിട്ട് തോന്നും. കാരണം എന്റെ മോൻ എന്നിട്ട് വന്നിട്ട് അമ്മ ആ വീഡിയോ എടുത്തോ, എന്റെ ഫ്രണ്ട് ഉണ്ട് ദേവാൻഷിന്റെ വീഡിയോ എടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ടിവിയിൽ എന്നിട്ട് പ്ലേ ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് മീറ്റിംഗിൽ എന്തെങ്കിലും അങ്ങനെ സജഷൻ ഒക്കെ വെച്ചുകൂടി? അപ്പൊ പിന്നെ ചിലപ്പോ എനിക്ക് തോന്നുന്നു അത് ഞാൻ പറയണമെന്ന്. കാരണം പക്ഷെ എനിക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് അറിയില്ല, മീൻസ് അവരൊരു റൂൾസ് അങ്ങനെയാണോന്ന് അറിയില്ല. ഞാനിത് വേറെ പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് നമുക്കൊരു ഫീൽ, അവർക്ക് അത് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇത്രയും പെർഫോമൻസ് നടന്നിട്ട് നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ കുട്ടികളാണല്ലോ അത് കുറച്ചുകൂടി എൻജോയ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു അതിന് അടുത്ത അപ്ലോസ് വന്നിട്ട് എന്തായാലും അതൊന്ന് പറഞ്ഞു നോക്കണം എന്തായാലും. പാരന്റ്സ് പറയുമ്പോ ചിലപ്പോ അത് അല്ലെ, ചിലപ്പോ. ഓക്കെ, ഇനി നെക്സ്റ്റ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം വായിച്ചു നോക്കിയേ. അയച്ചു ചേഞ്ച് ചെയ്തോളൂ. അതായത് കുട്ടികൾക്ക് സ്കൂളിൽ നമ്മുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മളൊരു ഇന്ത്യൻ പൗരനാണ് എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അവരെ മനസ്സിലാക്കാനുള്ള പല കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതില് സ്കൂളില് അസംബ്ലി ഡെയിലി സ്കൂൾ അസംബ്ലി ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ദേശീയ ഗാനം ആലപിക്കുക. ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. അതായത് നമ്മുടെ
ഒരു നാടിന്റെ ഒത്തൊരുമ, യൂണിറ്റിയാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. സ്കൂളിൽ അസംബ്ലി ചെയ്യുന്നതിലും ദേശീയഗാനം ആലപിക്കുന്നതിലൂടെയും ദേശീയ പതാക ഉയർത്തുന്നതിലൂടെയും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ സ്കൂളിലെ പ്രശ്നങ്ങളിലേക്ക് കുട്ടികളെ ഉൾപ്പെടുത്തുക. അതായത് സ്കൂളിൽ തന്നെ ചെറിയ ചെറിയ നമ്മളിപ്പം നമ്മുടെ പഞ്ചായത്ത് മീറ്റിങ്ങുകളൊക്കെ പോലെ തന്നെ സ്കൂൾ ലീഡർഷിപ്പ്, അതായത് ക്ലാസ് ലീഡേഴ്സിനെ വെച്ച് ചെറിയ ചെറിയ, ഇതിൽ പറയുന്നത് മോക്ക് പാർലമെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാതെ സ്കൂളിലെ പ്രശ്നങ്ങൾ തൊട്ട് ആ പ്രസന്റ്ലി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും കുട്ടികളെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് ചർച്ചകൾ വലുതാക്കുക. അതുപോലെ സ്കൂളിലേക്കുള്ള സാംസ്കാരിക മത അങ്ങനെയല്ല ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുക. അതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ ആ ഒരു രീതി, അതായത് മതത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും അതൊരു തീവ്രവാദപരമായിട്ടുള്ള ചിന്തകളിലേക്ക് നയിക്കാതെ അവർ അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ പറഞ്ഞു അറിയിച്ചുകൊണ്ട് എല്ലാവരും ഈക്വൽ ആണ് എന്ന് അറിയിച്ചു കൊണ്ടിട്ടുള്ള ഒരു രീതിയിലേക്ക്, അതായത് ഇന്ത്യൻ പൗരൻ എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ടുള്ള നല്ല ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള യാത്രകള്, അതുപോലെയുള്ള ഇവന്റുകളൊക്കെ സംഘടിപ്പിക്കുക. ദേശീയ ഉത്സവങ്ങള്, റിപ്പബ്ലിക് ദിനം, അതുപോലെ സ്വാതന്ത്ര്യ ദിനം, അതുപോലെ മറ്റ് ഇമ്പോർട്ടന്റ് ഡേയ്സ് എല്ലാം നമ്മൾ ഈക്വൽ സ്കൂളുകളിൽ സംഘടിപ്പിക്കുക. സ്കൂളില് സൗഹൃദ ക്ലബ്ബുകളും അതുപോലെ കോപ്പറേറ്റീവ്സ്, അതായത് സഹകരണ സംഘങ്ങളും ഉണ്ടാക്കുക. നമ്മുടെ സ്കൂളിലൊക്കെ പണ്ട് ഞാനൊക്കെ പഠിച്ച സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ. കുട്ടികളെ അതിൽ താല്പര്യമുള്ള കുട്ടികൾ അതിൽ ചേരുന്നു, അവരതിൽ നിന്ന് മറ്റു വർക്കുകൾ ഹെൽപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് മറ്റു കുട്ടികളെയും കൂടെ ഇങ്ങനെ ഒരു സംഘടനയിലേക്ക് ചേർത്താനുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്ത് അവരെയും കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എന്താ സ്കൂളിലൊക്കെ സഞ്ചയിക എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിങ്ങള് നമുക്ക് പറ്റുന്ന രീതിയിൽ കുടുക്ക വാങ്ങിച്ചു വെക്കും. എന്നിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ പാവപ്പെട്ടവനെ സഹായിക്കാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ടോ അപ്പൊ അതിൽ നിന്നൊക്കെ കുട്ടികളുടെ ക്യാഷ് കളക്ട് ചെയ്തിട്ട് മന്ത്ലി കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ സഹായിക്കാറുണ്ടായിരുന്നു. ഞാന് പഠിക്കുന്ന സമയത്ത് 8th സ്റ്റാൻഡേർഡ് വരെയൊക്കെ തോന്നുന്നു സഞ്ചയിക എന്ന് പറഞ്ഞത് റെഗുലർ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യും. പക്ഷെ 10th-ലേക്കൊക്കെ എത്തിയപ്പോഴേക്കും സഞ്ചയിക എന്നുള്ളൊരു സംഭവം എല്ലാം സ്ലോ ആയി. അങ്ങനെ ഒരു സംഭവം ഞാൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് നിർത്തി വന്ന് പിന്നെ ഞങ്ങൾ തന്നെ സഞ്ചയിക എന്നുള്ള പരിപാടി നിർത്തി ഞങ്ങൾ തന്നെ 2 രൂപ വെച്ച് ക്ലാസ് വൈസ് ഞങ്ങൾ തന്നെ കളക്ട് ചെയ്ത് ലീഡർ കീപ്പ് ചെയ്ത് വെക്കുക. മന്ത്ലി അത് എത്ര കളക്ഷൻ ഉണ്ട് നോക്കുക, എന്നിട്ട് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ക്ലാസ്സുകളിലൊക്കെ അറിയില്ല, CBSE സ്കൂളിലൊക്കെ അങ്ങനെ ഉണ്ടോ കിട്ടുന്ന തോന്നുന്നു അല്ലെ? അങ്ങനെ ഇല്ല, ക്ലബുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇങ്ങനത്തെ സബ്ജക്ട്സ്, അതായത് സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ് അങ്ങനത്തെ ഉണ്ട്. അതല്ലാതെ ഇങ്ങനെ ഒരു ചാരിറ്റി ക്ലബ്ബ് പോലെയൊന്നും ഇല്ല. CBSE സ്റ്റുഡൻസ് ഒക്കെ ആ ഒരു സിലബസിൽ അവിടെ പഠിക്കുന്നവർക്ക് ഇങ്ങനത്തെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ഒരുപാട് ഇല്ല. അവർക്ക് എഡ്യൂക്കേഷൻ ബേസ്ഡുള്ള പ്രോഗ്രാംസ് മാത്രമാണ് അവർക്കുള്ളത്. എന്റെ മക്കള്, അവരെ ഒരു കസിൻ ഉണ്ട്, അവള് അതുപോലെ CBSE പഠിക്കുന്നത്. അപ്പം അവൾക്ക് വേറെ ഒരു പ്രോഗ്രാം ഇല്ല. എന്നിട്ട് ഇവള് വന്നിട്ട് ഒന്നുമില്ല ഞങ്ങൾക്ക് പ്രോഗ്രാം അത്. അപ്പൊ എന്റെ മൂത്തമോള് ഭയങ്കര ആക്റ്റീവാണ് സ്കൂളിൽ. മാക്സിമം അവളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ഇനി പറ്റിയിട്ടില്ലെങ്കിൽ പോലും അവൾ ഓവറോൾ എല്ലാ ആ പ്രോഗ്രാമിന് അവള് കണ്ടക്ട് ചെയ്യാനെങ്കിലും അവള് നിൽക്കും. അത്രയും ആക്റ്റീവാണ്. രണ്ടാമത്തെ ആള് ഒന്നിലും ആക്റ്റീവ് അല്ല. ഇവളെ നമ്മളെ പിടിച്ച് പിന്നോട്ട് തള്ളിയാലേ അവളൊരു പ്രോഗ്രാമിൽ കയറുള്ളൂ. ഇവള് പറയും എന്റെ സ്കൂള് ഞാൻ മിസ് ചെയ്യും, ഇത് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിനെ ഞാൻ മിസ് ചെയ്യും, ഞാൻ അത്രയും എനിക്ക് ഇവന്റ്സും മെമ്മറീസ് ഉണ്ട്, നിനക്ക് എന്താ ഉള്ളത്, നീ എന്തിലെങ്കിലും ചേര്, നീ ചേരാതിരുന്ന ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താണ് നമ്മുടെ കലോത്സവത്തിന് ആദിവാസി നൃത്തത്തിന് കൊട്ടാന്, അതായത് അവരുടെ രീതിയിലുള്ള കൊട്ടാന് നിർബന്ധപൂർവ്വം തള്ളി ചേർത്തിട്ട് ഇപ്പൊ അതിന് ചേർന്നിട്ടുണ്ട്. എനിക്ക് ആ മെമ്മറി ഉണ്ടാവുന്നുണ്ട്. ഇവര് പരസ്പരം ഡിബേറ്റ്. അപ്പൊ ഇവര് കസിൻസിനോട് പറയും നിനക്ക് എന്താ ഉള്ളത്, സ്കൂൾ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ എന്താ എൻജോയ്മെന്റാ ഉള്ളത് എന്ന് അവളോട് ചോദിക്കും. അപ്പൊ ഞാനും വിചാരിച്ചിട്ടുണ്ട് ശരിക്കും കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ വേണം. CBSE ആണെങ്കിൽ പോലും പഠനത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടെ കുറച്ച് വേണം എന്നുള്ളത് ഒരു അഭിപ്രായം ഉണ്ട് ശരിക്കും.
ശരിക്കും പറഞ്ഞാൽ CBSE സ്കൂളിലൊന്നും അവര് പഠനത്തിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവര് പുറകോട്ടാണ്. കണ്ടക്ട് ചെയ്യും എന്നുണ്ടെങ്കിലും, പക്ഷെ എന്റെ മോളെ സ്കൂളിലൊക്കെ അവര് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും പഠനത്തിന് കൂടുതൽ പഠിക്കുക. അപ്പൊ ഒരു ദിവസം തന്നെ അവർക്ക് ഇപ്പോ 8 സബ്ജക്റ്റ് ആണ് ഒന്നില് പഠിക്കുന്ന കുട്ടികളുള്ളത്. അതൊക്കെ പഠിച്ച് ശരിക്കും പറഞ്ഞാൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ. കുറെ സ്പെല്ലിങ്ങുകളും അതുപോലെ തന്നെ ട്രെയിനിലൊക്കെ നിൽക്കണ്ടേ, അത് നമുക്ക് സങ്കടം തോന്നുന്നു. എക്സാമിനൊക്കെ ഇങ്ങനെ അത് പഠിപ്പിക്കുമ്പോ എന്താന്നറിയോ മാം, ഇപ്പൊ മോള് അവള് പറയാ, ഇപ്പൊ അവള് +1 പഠിക്കുന്ന സമയത്ത് കുറെ കുട്ടികൾ ഇതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് വന്നിരുന്നു. അതായത് പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് CBSE കുട്ടികളൊക്കെ. അപ്പൊ ആ കുട്ടികൾക്കൊക്കെ ബുക്സിലുള്ള കാര്യങ്ങൾ നല്ല കറക്റ്റ് ആയിട്ട് അറിയാം, എല്ലാം വള്ളിപുള്ളി ഇടാതെ അവർക്ക് അറിയാം. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകെ ഒന്നും അറിയാത്തൊരു കണ്ടീഷനാണ്. പിന്നെ അത്രയും ഇങ്ങനെ ഈ ഒരു 10th വരെയൊക്കെ അവരങ്ങനെ കൂട്ടിലിട്ട് വളർത്തിയ പോലെ വളർത്തിയിട്ട് അവർക്ക് ഇവിടെ വരുമ്പോൾ ഫുൾ ഫ്രീഡാണ്. ഗവൺമെന്റ് സ്കൂളിൽ +1 +2 ഒക്കെ വരുമ്പോൾ ഫുൾ ഫ്രീഡാണ്. എല്ലാ കച്ചറ പ്രശ്നങ്ങൾക്കും അവർ ഇൻവോൾവ്ഡ് ആണ്. എല്ലാത്തിലും അവരുണ്ടാവും, അവരുടെ നെയിം ഉണ്ടാവും. കാരണം അത്ര അവർക്കൊരു ഫ്രീഡം കിട്ടിയിരിക്കുകയാണല്ലോ. ഇത്രയും ദിവസം 10th വരെ പറഞ്ഞാൽ അവര് പേരൻസ് പറയുന്നത് എന്താണോ, ടീച്ചേഴ്സ് എന്താണോ പറയുന്നത്, ബുക്സിൽ എന്താണോ ഉള്ളത് അത് മാത്രം പഠിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഫുള്ള്. ഇപ്പൊ മോളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി അവള് പറഞ്ഞു +1 എത്തി പറയാം, നിങ്ങളുടെ ഇതിന് മെയിൻ ഗേറ്റ് അല്ലാതെ വേറെയും ഗേറ്റ് ഉണ്ടോ, അപ്പൊ അത് കൂടെ ഒക്കെ ഇറങ്ങി പോവാല്ലേ, അപ്പൊ അങ്ങനെ ആരും ചോദിക്കൊന്നുമില്ലേ, ചുറ്റുമതില് കെട്ടിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കണേ. അപ്പൊ അത്രയും ഒരു മതിലിന്റെ ഉള്ളിലായിരുന്ന CBSE കുട്ടികൾ എന്ന് പറയുന്നത്. ശരിയാണ്. മാം, ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ദുബായിൽ ഇവരെ സ്കൂളിൽ എന്ന് വെച്ചാല് ഇവർക്ക് വീക്കിലി 5 പ്രോഗ്രാംസ് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൺഡേ ആണെങ്കിൽ അവർക്ക് ക്യാൻ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ വേസ്റ്റേജ് കുറക്കാൻ വേണ്ടിട്ട്, ഇപ്പൊ ഇലക്ട്രോണിക് വേസ്റ്റേജും ഈ ക്യാൻ വേസ്റ്റേജും. അപ്പൊ മൺഡേ ക്യാൻ വേസ്റ്റേജ് ആണ്. വീട്ടിൽ എന്തെങ്കിലും ക്യാൻസോ ടിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ അവർക്ക് അതിനായിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. അപ്പൊ അവരത് എനിക്കൊന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കാം. നമുക്ക് ഇവിടെ ഇപ്പൊ ഇടേണ്ട സൗകര്യം ഉണ്ട്, പക്ഷെ എന്നാലും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ക്യാൻ കളക്ഷൻ, ക്യാൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം. പിന്നെ അതേപോലെ പ്ലാസ്റ്റിക് എന്തെങ്കിലും അവരെ എന്തെങ്കിലും പൊട്ടിയ ടോയ്സോ അങ്ങനെ എന്തെങ്കിലും, ആ ഒരു ഇലക്ട്രോണിക് വേസ്റ്റേജ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ബാറ്ററീസോ അങ്ങനെ അതൊരു ഡേ കൊടുത്തു വിടുക. പിന്നെ കൂടാതെ ഇവര് ഗ്ലോബലി വീക്കായിട്ടുള്ള കൺട്രീസിലേക്ക് വേണ്ടിയിട്ട് ഇവര് ഫുഡ് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എന്താ പറയാ, കുറെ ഡേറ്റ് ഉള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്ക് എക്സ്പയറി ആവാത്ത ആ ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസിൽ ഗ്രെയിൻസിൽ റൈസ്, പിന്നെ നമുക്ക് ഡാൾസ്, പിന്നെ ഷുഗർ, ചായപ്പൊടി, കോഫി പൗഡർ, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുത്തു വിടാം. ചോക്ലേറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുത്തു വിടാം. പിന്നെ ഒരു ഡേ എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടാത്ത, ഇവർ യൂസ് ചെയ്ത് കഴിഞ്ഞ ബുക്സ് ഉണ്ടാവുമല്ലോ, വായിച്ചൊക്കെ കഴിഞ്ഞ ബുക്സ്, പിന്നെ ടോയ്സ്, ഇവർക്ക് മടുത്തിട്ടുണ്ടാവുന്ന കുറെ ടോയ്സ് ഉണ്ടാവുമല്ലോ, പുതിയത് മേടിക്കുമ്പോൾ മടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്, പിന്നെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് പോയ ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, മോശമായതല്ല, അവരത് പറയും, വീഡിയോസ് ചിലപ്പോൾ സെൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ അത് കണക്കായിട്ട് നമ്മൾ ഇന്ന് ഇതാ നാളെ ഇപ്പൊ ഞാൻ ഡ്രസ്സാണ് കൊടുത്തുവിടുന്നെങ്കിൽ നാളത്തെ വീഡിയോ ഞാൻ എടുത്തു വെക്കും, ഡ്രസ്സിന്റെ ഫോട്ടോസോ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് മാത്രമേ നമുക്ക് കൊടുത്തുവിടാൻ പറ്റൂ. അപ്പോൾ ഇവരെ ഡ്രസ്സ്, അതുപോലെ ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ, പഴയ ബാഗ് ഉണ്ടെങ്കിൽ അത് കൊടുത്തുവിടാം. പഴയ ഷൂസ് ഉണ്ടെങ്കിൽ, ചെറിയ ഷൂസുകൾ ഉണ്ടാവുമല്ലോ കുറെ, ഇവരിപ്പം പെട്ടെന്ന് വലുതാകുമ്പോൾ ഷൂസ് മാറ്റി എടുക്കുമല്ലോ. അപ്പൊ അതൊക്കെ കഴുകി നീറ്റായിട്ട് കവർ ചെയ്തിട്ട് അങ്ങനെ കൊടുത്തുവിടാം. അപ്പൊ അവർക്ക് ആ ഒരു ഡൊണേഷൻ കൊടുക്കുക എന്നുള്ളൊരു ആ ഒരു മൈൻഡും കൂടി അവർക്ക് വരാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ് അതല്ലേ, കുട്ടികൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി സത്യമാണ്. വരും ചെയ്യും. നല്ലൊരു കാര്യം അത്. നമ്മുടെ സ്കൂളുകളിലും ശരിക്കും അങ്ങനെ ചെയ്യേണ്ടതാണ് അല്ലെ. ശരിക്കും മക്കൾക്ക് എങ്ങനെയാണ്, നമ്മള് മാത്രല്ല, നമ്മളെക്കാൾ താഴെയുള്ളവരുണ്ട്. അപ്പൊ അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു ഇത് ചിന്ത മക്കൾക്ക് വരുമല്ലോ എന്തായാലും. അതെ, പൈസ എന്നുള്ള രീതിയിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇതുവരെ പൈസ കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതുപോലെ അവർക്ക് എന്തെങ്കിലും, അവർക്കപ്പോ അത് പൊട്ടിക്കാതെ എനിക്കിത് മടുത്തമ്മ അങ്ങനെ പറയും ചില സമയത്ത്, എനിക്കിത് മടുത്ത് നമുക്ക് ക്ലാസ് കൊടുത്താലോ, അപ്പൊ ആർക്കെങ്കിലും പുവർ ആയിട്ടുള്ളവർക്ക് യൂസ് ആവുമല്ലോ എന്നുള്ള കാര്യം അവനിങ്ങനെ ഇപ്പോ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അത് അവരിലുള്ള മാറ്റമാണ്. അവർക്കിപ്പോ വാട്ടർ ബോട്ടിൽ വാങ്ങുന്നതായാലും, ഞാനൊക്കെ പണ്ട് വാട്ടർ ബോട്ടിൽ 2 ദിവസം യൂസ് ചെയ്തിട്ട് ഞാൻ പറയും എനിക്കിത് മടുത്ത് വേറെ, അങ്ങനെ നമുക്കൊരു മൈൻഡ് വരുമല്ലോ. നമുക്കിത് പെട്ടെന്ന് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ വില അറിയില്ലല്ലോ, കിട്ടിക്കൊണ്ടിരിക്കുമ്പോ. പക്ഷെ ഇവർക്കിപ്പോ ഇത് മനസ്സിലാവുന്നുണ്ട്. കാരണം ആ ഒരു പുവർ ആയിട്ടുള്ള ഞങ്ങളെക്കാട്ടി പിന്നോക്കമുള്ള ആൾക്കാർ ഇപ്പൊ പറഞ്ഞതുപോലെ ഉണ്ട്. അപ്പൊ അവർക്ക് യൂസ് ആവുന്ന കരുതിയിട്ട് അത് സേവ് ചെയ്ത് വെക്കാനും അത് കൊടുക്കാനുള്ള മനസ്സ് കുട്ടികൾ ഇപ്പൊ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട്. നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിലൊന്നും അത്രയ്ക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും ഇല്ല.
അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് വിശ്വാസം. നമ്മുടെ അവിടെ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളത് നമ്മുടെ നാട്ടിലാ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മൂല്യങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യം നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇല്ല. ആക്ച്വലി പഠിത്തം നന്നായി പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ എങ്ങനെ നല്ല വ്യക്തിയാക്കാം എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങളൊന്നും ആക്ടിവിറ്റീസോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അവരെ സഹായിക്കണം എന്ന് പറയുന്നതിലുപരി ഇപ്പൊ ഷോണിമ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അങ്ങനെയുള്ള അത് ഒറ്റ ദിവസം നിർത്താതെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ കുട്ടികൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവും തോന്നുന്നു. എത്ര നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെന്ന് പറഞ്ഞാലും എവിടേക്ക് എന്തൊക്കെയോ ഒരു പാളിച്ചകളുണ്ട്. നമുക്ക് കുറെ അടിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്, എടുത്ത് കളയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ പാളിച്ചകള് നമ്മുടെ സ്കൂളിലല്ല, നമ്മുടെ ഗവൺമെന്റിനാണ്. ആ ഗവൺമെന്റ് അവിടെ പുറം നാടുകളിലെ ഗവൺമെന്റ് അത്രത്തോളം ക്യാപ്പബിലിറ്റി അവർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് അവിടുത്തെ പാരന്റ്സ് പോലും ഇവൻ അത് ഉള്ളവരോ ഇല്ലാത്തവരോ എന്നുള്ളത് അവരത് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഗവൺമെന്റ് അങ്ങനെയല്ല. നമുക്ക് പുറത്തു പോയി നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഡിഫറൻസ്, എന്ത് കാര്യത്തിലാണെങ്കിലും അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അവിടുത്തെ ഗവൺമെന്റ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലെ? അത് വളരെ സ്ട്രിക്റ്റ് ആണ്. ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ട്. അല്ലാതെ നാലാള് ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാഷ് ഉള്ളവൻ ചെയ്യുന്നു ഇല്ലാത്തവൻ ചെയ്യുന്നു എന്നല്ല. ഒരു റൂള് കൊണ്ടുവന്ന് അത് എല്ലാവർക്കും അത് ഈക്വൽ ആയിട്ട് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അവർ നോക്കുന്നുണ്ട് എന്നാണ്. എനിക്കിപ്പോ ഞാൻ പോയ ഇവിടെ വർക്ക് ചെയ്തവിടത്ത് ആ ഒരു വർക്ക് ബേസിൽ എനിക്ക് അറിയുന്നത്. ഇവിടെ ടീച്ചേഴ്സ് അടക്കം നമ്മളത് ഫോളോ ചെയ്യണം. കുട്ടികൾ മാത്രമല്ല ടീച്ചേഴ്സ് അടക്കം. അപ്പൊ മോൻ പറയും മാം ഇന്ന് ഇതാ കൊണ്ടുവന്നത്, അപ്പൊ ഞാൻ ഇന്ന് ഇത് കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ അവർക്ക് അവർ തമ്മിൽ ഡിസ്കഷൻ കൂടുമ്പോൾ കൊണ്ടുവരാത്ത കുട്ടികളും കൂടി കൊണ്ടുവരുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ അവര് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഇവരിപ്പോ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആനുവൽ ഡേന്റെ ഒക്കെ കാര്യം, പക്ഷെ അവരെയും ചിലപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചില ഇൻസിഡൻസ് ഇവിടെ ഉണ്ടാകുമ്പോൾ അത്രയും ഇഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ ലാസ്റ്റ് ഇയർ ഒരു ബസ്സിൽ ഒരു കുട്ടീനെ ഇവര് എടുക്കാൻ മറന്നുപോയി. ഏതോ ഒരു സ്കൂളാണ്, ഇവിടെയുള്ള വേറൊരു ഇന്ത്യൻ സ്കൂളാണ്. അപ്പൊ അവിടെ കുട്ടീനെ കുട്ടി ഉറങ്ങിപ്പോയി ബസ്സിൽ. അപ്പോൾ കുട്ടി ഉറങ്ങിപ്പോയപ്പോ ഇതില് ബസ്സിലുള്ള ആന്റി കുട്ടീനെ മിസ് ചെയ്തു. അപ്പോ മിസ് ചെയ്തു. പിന്നെ ഇവർക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പൊ രാവിലെ നമ്മൾ മോൻ ഇപ്പൊ സ്കൂൾ ബസ്സിൽ കയറുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവൻ കയറി എന്നുള്ള നോട്ടിഫിക്കേഷൻ വരും ഫോണില്. പിന്നെ അവിടെ ഇറങ്ങി എന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ക്ലാസ്സിൽ എത്തി എന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ അവിടുന്ന് ബസ് കയറി ഇവിടെ എത്തി എന്നുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം വരും. അപ്പോ ആ കുട്ടീനെ നോട്ടിഫിക്കേഷൻ വരാത്ത കണ്ടിട്ട് അവരെ അമ്മ വിളിച്ചപ്പോ കുട്ടി ബസ്സിൽ ഉറങ്ങും. അപ്പൊ അത് ഭയങ്കരം ആ സ്കൂളിനെ എഫക്ട് ചെയ്തു. ആ സ്കൂളിന്റെ ലൈസൻസ് വരെ കട്ട് ചെയ്തു. അപ്പോ അങ്ങനെ അവര് എന്തെങ്കിലും ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്ന് പേടിച്ചിട്ടാണ് അവർ എനിക്ക് തോന്നുന്നു കുറച്ച് ഭയങ്കര ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികൾ ആ ഒരു റൂട്ടിൽ വിടുന്നത്. പക്ഷെ നമ്മൾ ഇത്രയും ഫ്രീഡം അനുഭവിച്ചിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു കുട്ടികൾ ഒരു ജയിലിലാണോ ചില സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ അവർക്കതൊരു കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവർക്കത് അവരാ ഫ്ലോയിലായി. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ കുട്ടികൾ എൻജോയ് ചെയ്യേണ്ട സമയമില്ല. ഇതൊക്കെ ഒരു ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ അവർ ആ ഒരു എൻജോയ്മെന്റ് ചെയ്യണ്ടേ. പക്ഷെ ഇങ്ങനത്തെ ഇൻസിഡൻസ് വരുമ്പോൾ അവരെ സ്കൂളിനെ അത്രയും അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ അവരെ ലൈസൻസ് നമ്മളെ നാട്ടിലെ പോലെ അവർ എക്സ്ക്യൂസ് കൊടുക്കല്ല, കംപ്ലീറ്റ്ലി സ്കൂള് ലൈസൻസ് കട്ടാക്കി അവരെ ഒഴിവാക്കുക. സ്കൂള് മൊത്തം ആ സ്കൂൾ മൊത്തം പോയി. നിംസ് എന്തുവാണ് സ്കൂളിന്റെ പേര്, മൊത്തമായിട്ട് ആ സ്കൂളിൽ പോയി. അപ്പൊ അത്രയും ടീച്ചേഴ്സിന്റെ ജോലി പോയി, ബാക്കിയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായി. അപ്പൊ അവരിപ്പോ റെസ്ട്രിക്ട് ചെയ്തിട്ട് ഇത്രയും റെഗുലേഷൻസ് കൊണ്ടുവരുന്നതിനും നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ അവർ അങ്ങനെ ചെയ്യില്ല. ഒന്നില്ലെങ്കിൽ ബസ്സിലെ ആ ആയിരിക്കും നമ്മളെ ചീത്ത പറയും, എന്തുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത്. അവിടെ ചെയ്യുന്നു, ആ ക്വസ്റ്റ്യനിങ് അവിടുത്തെ കഴിഞ്ഞു. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ പോകുന്നില്ല. പുറം നാട്ടിൽ അങ്ങനെയല്ല. അവരുടെ ആ ഒരു ഗവൺമെന്റ് റൂള് ആ സ്കൂളിന്റെ ലൈസൻസിനെ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവർ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നത് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം അവരത് ആ റൂള് കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. ആ കുട്ടിക്കും എന്തോ ഇഷ്യൂ ആയി. കുറെ മണിക്കൂറുകളാണ് ആ കുട്ടി ബസ്സിലായത്. അത് കഴിഞ്ഞിട്ട് കുറെ സമയം കഴിഞ്ഞിട്ട് ആ പേരൻസ് ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലാണ് ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഇത് അറിഞ്ഞിട്ട് അവര് നോക്കുമ്പോ കുട്ടി അത് മയക്കത്തിലായിപ്പോയി. കാരണം ഫുൾ ഇത് എന്താ പറയാ വെന്റിലേഷൻ ഒന്നും ഇല്ലല്ലോ, AC എല്ലാം ഓഫ് ചെയ്ത് ആ ചൂട് സമയത്ത് എങ്ങാനുമാണ് സംഭവം, നല്ല ചൂടുള്ള സമയത്താ. അപ്പൊ അത്രയും കുട്ടി സഫർ ചെയ്തു. കുട്ടീന്റെ ജീവനൊന്നും പറ്റാൻ എന്തോ ഭാഗ്യത്തിനാന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ മാനേജ്മെന്റില് എനിക്ക് തോന്നുന്നു 2-3 ആൾക്കാർ ജയിലിലൊക്കെ ആയി. അങ്ങനെ ഇവിടെയൊക്കെ ജയില് എന്ന് പറഞ്ഞാല് നാട്ടിലെ പോലെ അല്ലല്ലോ. മൊത്തത്തിൽ അങ്ങനെ ആ സ്കൂളിന് ഭയങ്കരമായിട്ട് ഇഫക്റ്റ് ആയി അത്. അതുകൊണ്ട് കുറെ റൂൾസ് ഒക്കെ മാറ്റി, ഇപ്പൊ പിന്നെയും മാറ്റി. എളി അവര് പുതിയ എന്താ കൊണ്ടുവരാൻ പറ്റുക എന്നിങ്ങനെ നോക്കും ഇപ്പൊ. അതെ, നോക്കാം. ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ, വലിയ ബുദ്ധിമുട്ടുള്ളത്. ഇതെന്തൊക്കെ പറയുമ്പോ ഒരു കുട്ടിയെ കാണാതെ ആവുമ്പോഴൊക്കെയാണ്
ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ ശരിക്കും മൈന്യൂട്ട് ആയിട്ട് ചെറിയ കാര്യം പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഒരു പോയിന്റ് കൂടി ഉണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഈ പോയിന്റും അതുപോലെ തന്നെ ആക്ടിവിറ്റി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് വരാം കേട്ടോ. ഓക്കെ ആണോ? ആക്ടിവിറ്റി ക്ലിയർ ആയില്ലേ? ഓക്കെ, ചെറിയൊരു A4 ഷീറ്റിൽ എഴുതിയാൽ മതി. അപ്പോ അതനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വായിപ്പിക്കാം. ഓക്കെ, ഇനി സെമിനാർ ചെയ്യാത്തവര് 3 പേരുണ്ടായിരുന്നു. അവർ കേറുന്നുണ്ടോ? ജോയിൻ ചെയ്തിട്ടുണ്ടോ? ആരുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കേറുവാണെങ്കിൽ അവരെയും കൂടി ആ സെമിനാറും കൂടി നമുക്ക് ധരിപ്പിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ആ കാര്യം കൂടി ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാം. ആരാ സൈൻ ഔട്ട് ചെയ്ത? ആരുമില്ലേ? ആരെങ്കിലും പറയൂ. ആരുമില്ല? ഞാൻ പേര് വിളിക്കണോ അല്ലെങ്കിൽ ആണോ? ഷെഫീന CS. Yes, ma'am. Thank you everyone for being part of today's online class. It was wonderful learning with all of you. Thank you, ma'am, for your hard work and dedication. Thank you. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, Miss. That was a good movement, that one.